വിൽജാൽമോർ സ്റ്റീഫൻസൺ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിക് എക്സ്പ്ലോററാണ്. ആർട്ടിക് എന്ന് പറയുന്ന ഒരു വലിയ ഭൂഭാഗമുണ്ട്. നമ്മുടെ യൂറോപ്പിൻ്റെയൊക്കെ ഉത്തരഭാഗത്തായിട്ട് വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്താണ്. ആർട്ടിക് സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും സമുദ്രം തന്നെയാണ്. അതിനു പുറമെ കുറേ ദ്വീപുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാനഡയുടെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ്. അത്തരത്തിലുള്ള ദ്വീപുകളിലും അതുപോലെ ആ സമുദ്രത്തിലുമൊക്കെ ധാരാളമായിട്ട് പര്യവേഷണങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻസൺ. ആ കാലഘട്ടത്തിൽ തന്നെ അയാൾ വളരെയധികം പ്രശസ്തനായിരുന്നു. 1920കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ആശയം ഉണ്ടാകുന്നു. റാങ്കൽ ഐലൻഡ് റഷ്യയുടെ ഉത്തരഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ്. റഷ്യയും ഈ റാങ്കൽ ദ്വീപിനെയും തമ്മിൽ വേർപെടുത്തുന്ന സമുദ്രം അത് വളരെ ചെറിയൊരു സമുദ്രം മാത്രമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു റാങ്കൽ ദ്വീപ് കുറേയധികം വർഷങ്ങളായിട്ട്. ആ ദ്വീപ് കാനഡയ്ക്ക് വേണ്ടി അദ്ദേഹം പിടിച്ചെടുക്കുകയാണെങ്കിലോ? കാനഡ വലിയ രീതിയിൽ തന്നെ പാരിതോഷികം നൽകുന്നതാണ്. അതിനു പുറമെ വേറെയും ചില നേട്ടങ്ങളുണ്ട്. അവിടെ പോയി ഒരു ക്യാമ്പ് സ്ഥാപിക്കുക, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ എത്തിക്കുക, അവർ കുറേ നാൾ അവിടെ കഴിയുക, അതിനുശേഷം അതൊരു തെളിവായിട്ട് മാറുന്നതാണ്. ആ തെളിവ് ഉപയോഗിച്ചിട്ട് സമ്പന്ന കുടുംബങ്ങളെ അവിടേക്ക് ഒരു ടൂറായിട്ട് കൊണ്ടുപോവുക. ഈ കാലഘട്ടത്തിൽ സ്പേസിലേക്ക് ടൂറിന് പോകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ധനികർ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇത്തരത്തിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് അല്ലെങ്കിൽ ഒരു ടൂറിന് തുടക്കമിടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള ഒരു ചിന്ത. പക്ഷേ അതിന് ആദ്യം ഒരു സർക്കാരിൻ്റെ പിന്തുണ വേണം. ഒരു സർക്കാരിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലാണ്. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് ആദ്യമായിട്ട് പോയി കാണുന്നത് കനേഡിയൻ ഗവൺമെൻറ്റിനെയാണ്. സർക്കാരിനോട് അദ്ദേഹം കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ആ ഭൂഭാഗം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭൂഭാഗം തന്നെയാണ്. അത് കാനഡയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ജോഗ്രഫിക്കലായിട്ടുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കാനഡയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കനേഡിയൻ ഗവൺമെൻറ്റിന് അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. പിന്നെ സാധ്യതയുള്ളത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ കീഴടക്കിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പ്ലോറേഷന് താല്പര്യമുള്ള ഒരു രാജ്യം കൂടിയാണ്. ബ്രിട്ടനിലേക്ക് തന്നെ അദ്ദേഹം കുതിച്ചു. ബ്രിട്ടനിൽ ചെന്ന് അവിടുത്തെ ഗവൺമെൻറ്റിനോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഈ ഐലൻഡ് നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ബ്രിട്ടന് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം നൽകാമെന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പിൽ അദ്ദേഹം ആ യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. പക്ഷേ സ്റ്റീഫൻസൺ ഈ യാത്രയുടെ ഭാഗമാകുന്നില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരുപാട് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നേരിട്ട് പര്യവേഷണങ്ങൾ നടത്തേണ്ട ആവശ്യവുമില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രശസ്തി അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. പകരം 4 പേരെ അവിടേക്ക് അയക്കണം. 4 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ അയച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ടും അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. കാരണം ബ്രിട്ടനിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായമൊന്നും ലഭ്യമായിട്ടില്ല. ഒരു ചെറിയ ശതമാനം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ബാക്കി പണം സ്റ്റീഫൻസൺ തന്നെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ എക്സ്പ്ലോറേഷൻ നടത്തി ടൂറിസ്റ്റുകളെ അവിടേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത 4 ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ആ 4 സംഘത്തിൻ്റെ നേതാവായിട്ട് നിയമിച്ചത് അലൻ ക്രോഫോർഡിനെയാണ്. വെറും 20 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ ആർട്ടിക് എക്സ്പ്ലോറേഷനിൽ വലിയ പരിചയമൊന്നുമുള്ള വ്യക്തിയല്ല. മുൻപ് ചില എക്സ്പ്ലോറേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നത് സത്യമായ കാര്യം തന്നെയാണ്. രണ്ടാമത്തെ വ്യക്തി ലോൺ നൈറ്റ് ആണ്. 28 വയസ്സുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയും ലോൺ നൈറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് ചില മുൻ പരിചയങ്ങളുണ്ട്. മുൻപ് ആർട്ടിക് സമുദ്രങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള പരിചയമുള്ള വ്യക്തിയാണ്. മൂന്നാമത്തെ ആൾ ഫ്രെഡ് മൗറർ ആണ്. 20 വയസ്സ് മാത്രമാണ് പ്രായം. നാലാമതായിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഗെയിൽ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. വെറും 19 വയസ്സ് മാത്രമാണ് ഗെയിലിൻ്റെ പ്രായം. ബ്രിട്ടനിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയ സഹായം നൽകാമെന്ന ഉത്തരവ് കിട്ടിയതിന് ശേഷം ഈ 4 സംഘത്തെയും കൂട്ടിക്കൊണ്ട് സ്റ്റീഫൻസൺ പോകുന്നത് നോം എന്ന ഒരു പട്ടണത്തിലേക്കാണ്. അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന അലാസ്കയിലെ ഒരു പട്ടണമാണ് നോം. പട്ടണം എന്ന് പറയുമ്പോൾ ഒരു വലിയ പട്ടണമായിട്ടൊന്നും എടുക്കേണ്ടതില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 1920കളുടെ തുടക്കമാണ്. ആ ഘട്ടത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള കുറേയധികം ആളുകൾ താമസിക്കുന്ന ഒരു ഭൂഭാഗമാണ്. അലാസ്ക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും
അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരു ഭൂഭാഗമാണ്. അമേരിക്കയുടെ ഭാഗമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമാണ്. എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വലിയൊരു സുസ്ഥിരത അവിടെ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതൊരു റൂറൽ ഏരിയയാണ്. ഒരുപാട് മഞ്ഞ് പെയ്യുന്ന തണുത്തുറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ ആർക്ടിക് സർക്കിളിനോട് വളരെയധികം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ അലാസ്ക കാനഡയുമായിട്ട് വലിയ രീതിയിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിന് പുറമെ ഒരു സമുദ്രമാണ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ളത്. ആ സമുദ്രത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യവുമുണ്ട്. അങ്ങനെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടം. ഇവിടെ നിന്ന് അധികം യാത്ര ചെയ്യേണ്ട ഈ വ്രാങ്കൽ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ. അവർക്ക് ഒരിക്കലും സോവിയറ്റ് യൂണിയനിൽ നിന്ന് യാത്ര തുടങ്ങാൻ സാധിക്കുകയില്ല. കാരണം സോവിയറ്റ് യൂണിയൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു രാജ്യമാണ്. കൂടാതെ ആ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഐലൻഡ് കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ അങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ യാത്ര ആരംഭിക്കുന്നത് ഈ അലാസ്കയിലെ നോം പട്ടണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ 4 പേരും അവിടെ എത്തിച്ചേർന്നത്. അവരുടെ ആ എത്തിച്ചേരലിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ 4 പേർക്ക് പുറമേ മറ്റൊരാൾ കൂടി അവരോടൊപ്പം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പാചകം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം. കൂടാതെ തുണി തയ്ക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. വളരെയധികം തണുത്തുറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. ഈ അലാസ്ക തന്നെ വലിയ രീതിയിൽ തണുത്തുറഞ്ഞ ഒരു പ്രദേശമാണ്. അതിനേക്കാൾ തണുപ്പേറിയിട്ടുള്ള ഒരു പ്രദേശമാണ് വ്രാങ്കൽ ദ്വീപ്. അപ്പോൾ അവിടെ ഒരുപാട് കുപ്പായങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. 1 വർഷത്തോളം അവരവിടെ പരിവേഷണങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അതിനിടയിൽ അവർ ധരിക്കുന്ന കുപ്പായങ്ങൾ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് തുന്നിച്ചേർക്കണം. അതിന് പുറമെ പുതുതായിട്ട് കുപ്പായങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്, അതായത് സ്വെറ്ററുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് ഇതൊന്നും അറിയുകയില്ല. പ്രത്യേകിച്ചും തയ്ക്കാൻ അറിയാവുന്ന പുരുഷന്മാർ വളരെ വിരളമാണ്. പിന്നെ പുരുഷന്മാരെ അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസവുമാണ്. അവരവിടെ പോയി ജോലിയൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല എന്നൊക്കെ വരാം. ചിലപ്പോൾ ഈ 4 ചെറുപ്പക്കാർക്ക് എതിരെ അവരെക്കാൾ ശക്തനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി അവരെ നിയന്ത്രിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയാണ് അവർ പ്രധാനമായിട്ടും നോക്കിയത്. അലാസ്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമാണെങ്കിൽ പോലും ആ പ്രദേശത്ത് ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ ചുരുക്കം മാത്രമാണ്. ഈ കാലഘട്ടത്തിലെ കാര്യമല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ ചുരുക്കം മാത്രമാണ്. അവിടെ കൂടുതലായിട്ടും ഗോത്രവർഗ്ഗക്കാരാണ് ഉള്ളത്. കുറേ പേരെ അവർ ഇൻ്റർവ്യൂവിന് വിധേയമാക്കി. പക്ഷേ ആർക്കും അവർ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് സംവദിക്കാനും വളരെയധികം പ്രയാസമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള അഡ ബ്ലാക്ക് ജാക്ക് അവിടേക്ക് എത്തിച്ചേരുന്നത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. ഇനിയറ്റ് ഗോത്രത്തിലെ ഒരു അംഗവുമാണ്. ഇനിയറ്റ് ഗോത്രം എന്ന് പറയുമ്പോൾ വേട്ടയാടി ജീവിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അവർക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ഭാഷ വശമുണ്ടായിരിക്കുന്നതല്ല. വേട്ടയാടിയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അഡ ബ്ലാക്ക് ജാക്കിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവൾ വളർന്നു വന്നത് മിഷണറിയുടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് അവൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നെ അവൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല രീതിയിൽ പണം ആ ഒരു ഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവളുടെ പാസ്റ്റ് തന്നെയാണ്. 16ാമത്തെ വയസ്സിലാണ് അവളെ ബ്ലാക്ക് ജാക്ക് എന്ന ഒരു വ്യക്തിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അവർക്ക് 3 കുട്ടികളാണ് ഉണ്ടായത്. അതിൽ ഒരു കുട്ടി മാത്രമാണ് സർവൈവ് ചെയ്തത്. ബാക്കി 2 കുട്ടികളും ഗർഭകാലത്ത് തന്നെ മരണമടയുകയായിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി TB രോഗത്തിന് അടിമയാണ്. ശക്തമായിട്ടുള്ള ചുമയാണ് എല്ലായ്പ്പോഴും, അവശനാണ് എല്ലാ സമയത്തും. 5 വയസ്സ് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ആ കുട്ടിയുടെ പ്രായം. ഒരിക്കൽ ആ കുട്ടിയും അഡ ബ്ലാക്ക് ജാക്കും ഭർത്താവും സെവാർഡ് പെനിൻസുലയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ യാത്ര ഒരു ട്രാപ്പ് തന്നെയായിരുന്നു. യാത്രക്കിടയിൽ അവരുടെ വാഹനത്തിൽ നിന്നും ഈ അഡ ബ്ലാക്ക് ജാക്കിനെയും കുട്ടിയെയും ഇറക്കി വിടുകയാണ് അയാൾ. വാഹനമെന്ന് പറയുമ്പോൾ നായ്ക്കൾ ഓടിക്കുന്ന ഒരു കാർട്ടാണ്, നമ്മുടെ കുതിരവണ്ടിയൊക്കെ പോലെ. പക്ഷേ കുതിരയ്ക്ക് പകരം ഇവിടെ നായ്ക്കളാണ് ഉള്ളത്. മഞ്ഞിലൊക്കെ അതിജീവിക്കാൻ സാധ്യമാകുന്ന നായ്ക്കൾ തന്നെ. അങ്ങനെയുള്ള കാറിൽ നിന്നും അവർ 2 പേരെയും പുറത്താക്കിയതിന് ശേഷം ബ്ലാക്ക് ജാക്ക് എന്ന ഭർത്താവ് അവിടെ നിന്നും വേഗതയിൽ യാത്ര ചെയ്ത് പോവുകയാണ്. അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞു എന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ്. കാരണം അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്നും അടുത്തുള്ള ആൾതാമസമുള്ള നോം എന്ന പട്ടണത്തിലേക്ക് ഏതാണ്ട് 60 കിലോമീറ്ററോളം യാത്രയുണ്ട്. 60 കിലോമീറ്റർ തണുപ്പത്ത് യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ.
അഡാ ബ്ലാക്ക് ജാക്ക് ഒരു സ്ത്രീയാണ്, അതിന് പുറമെ ഒപ്പം ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടിക്ക് TB രോഗവുമുണ്ട്. ആ കുട്ടിക്ക് എന്തായാലും നടക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് 5 വയസ്സുള്ള ആ കുട്ടിയെ എടുത്തുകൊണ്ടാണ് ഈ 60 കിലോമീറ്റർ അഡാ ബ്ലാക്ക് ജാക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവൾ നോം പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. അവൾക്ക് ആ കുട്ടിയെ നോക്കി വളർത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുന്നുണ്ട്. കുഞ്ഞിന് തീർച്ചയായിട്ടും വൈദ്യസഹായം അത്യാവശ്യമാണ്. അലാസ്കയിൽ ആ കുട്ടിയെ ചികിത്സിക്കാൻ പറ്റുന്ന ആശുപത്രിയൊന്നുമില്ല. സിയാറ്റിൽ പോയി ആ കുട്ടിക്ക് വേണ്ട മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. അതിന് പണം തീർച്ചയായിട്ടും വേണം. ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം പോലും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവർക്കൊന്ന് കയറി കിടക്കാനുള്ള കൂര പോലും ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഈ 4 ചെറുപ്പക്കാരുടെ അരികിലേക്ക് ഇവൾ എത്തിച്ചേരുന്നത്. ഇവൾക്ക് പണം തീർച്ചയായിട്ടും വേണമായിരുന്നു, നല്ലൊരു തുക തന്നെ വേണം. ഇവരുടെ ഭാഗമായിട്ട് ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുകയാണെങ്കിൽ അവൾക്ക് ഒരു മാസം $50 വീതം ഒരു വർഷത്തേക്ക് ലഭ്യമാകുന്നതാണ്. ആ ഘട്ടത്തിൽ $50 എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ്. ഈ കാലഘട്ടത്തിലെ $700 തുല്യമാണ്. അഡാ ബ്ലാക്ക് ജാക്ക് പോലുള്ള ഒരു ചെറുപ്പക്കാരിക്ക് ആ ഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ശമ്പളം അല്ലെങ്കിൽ വേതനം തന്നെയായിരുന്നു ഈ $50. പക്ഷേ അവൾക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ടായിരുന്നു. 4 ചെറുപ്പക്കാരോടൊപ്പം യാത്ര ചെയ്തിട്ട് വേണം വാങ്കൽ ദ്വീപിൽ എത്തിച്ചേരാൻ. അവിടെ ഏതാണ്ട് ഒരു വർഷം ചിലവഴിക്കേണ്ടതായിട്ടുമുണ്ട്. അവൾക്ക് അവിടെ നിലനിൽക്കാൻ സാധ്യമാകുമോ? ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകുമോ? ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാകുലത അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ 4 പേരുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി. 4 പേരും അവളുടെ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് അവളോട് പെരുമാറിയത്. കൂടാതെ അവൾ അവിടെ ചെന്ന് വെളിയിലിറങ്ങി എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ഹണ്ടിങ്ങിലൊന്നും വിധേയമാകേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കേട്ടപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് തോന്നിയത്. കാരണം അത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ ജോലിയൊന്നുമല്ല, എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിലൂടെ അവൾക്ക് വലിയ രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ അവൾ സമ്മതിക്കുകയാണ് ആ യാത്രയിൽ ആ 4 സംഘത്തിൻ്റെ ഭാഗം ആകാനായിട്ട്. 1921 സെപ്റ്റംബർ മാസം 9-ാം തീയതി ആ 5 പേരടങ്ങുന്ന സംഘം യാത്ര തിരിക്കുകയാണ്. സിൽവർ വേവ് എന്നറിയപ്പെടുന്ന ഒരു കപ്പലിലാണ് അവരുടെ യാത്ര. ആ 5 പേർക്കൊപ്പം തന്നെ വിക്ടോറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ പൂച്ചയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ യാത്ര പുറപ്പെട്ട് 7 ദിവസങ്ങൾ കൊണ്ട് അവർ വാങ്കൽ ദ്വീപിൽ എത്തിച്ചേരുകയാണ്. അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി. ഇത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപാണെങ്കിൽ പോലും സോവിയറ്റ് യൂണിയൻ്റെ ഒരു പട്ടാളക്കാരെ പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം അതിശക്തമായിട്ടുള്ള തണുപ്പ് തന്നെയാണ്. അത്രയും ഉയർന്ന തണുപ്പിൽ പട്ടാളക്കാർക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ക്യാമ്പ് ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അങ്ങനെ ആരും ആ ദ്വീപിൽ അതിക്രമിച്ച് കിടക്കുകയില്ല. അങ്ങനെ അതിക്രമിച്ച് കിടക്കുന്നവർക്ക് അധികം നാളൊന്നും അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് അവിടെ പട്ടാളത്തിൻ്റെ ഒരു രീതിയിലുള്ള സേവനവും സോവിയറ്റ് യൂണിയൻ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ അവർക്ക് അവിടെ കപ്പലിറങ്ങാൻ സാധ്യമായി. അവരെ അവിടെ പറഞ്ഞു വിട്ടതിന് ശേഷം കപ്പൽ തിരികെ മടങ്ങിപ്പോകുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ അടുത്ത ഒരു കപ്പൽ വരും. ആ കപ്പൽ ഇവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു ഉറപ്പ് സ്റ്റീഫൻസൺ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണവുമായിട്ടാണ് അവർ ആ ദ്വീപിൽ എത്തിച്ചേരുന്നത്. ആ ദ്വീപിൽ എത്തിച്ചേർന്നതിന് ശേഷം അഡാ ബ്ലാക്ക് ജാക്ക് ആ ഭക്ഷണ പൊതികളൊക്കെ പരിശോധിക്കുകയാണ്. അവിടെ കണ്ണുകൾ നിറഞ്ഞുപോയി. എല്ലാ ഭക്ഷണവും ചീത്തയായിരിക്കുന്നു. അവളത് ക്രോഫോർഡിനോട് പറയുന്നുമുണ്ട്. നോക്കിയേ, നമ്മുടെ ഭക്ഷണമെല്ലാം ചീത്തയായിരിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇനി കഴിഞ്ഞു പോകാൻ പോകുന്നത്? ക്രോഫോർഡിന് അതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇപ്പോൾ തന്നെ അവർ യാത്ര ചെയ്തിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഈ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ നിലനിൽക്കുകയില്ല. ആ ചിന്തയിൽ തന്നെയാണ് ക്രോഫോർഡും സംഘവും അവിടെ എത്തിച്ചേർന്നത്. അഡാ ബ്ലാക്ക് ജാക്കിനൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. അവർ അഡാ ബ്ലാക്ക് ജാക്കിനെ സമാധാനപ്പെടുത്താനായിട്ട് നോക്കി. നമ്മൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു ദ്വീപാണെങ്കിൽ പോലും ഇവിടെ കുറേയധികം ജീവജാലങ്ങളുണ്ട്. പ്രധാനമായിട്ടും വെള്ള നിറമുള്ള വൈറ്റ് ഫോക്സുകളുണ്ട്. പിന്നെ ചെറിയ ചില ജീവികളുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് വൈറ്റ് ബെയറുകളുണ്ട്. വൈറ്റ് ബെയർ എന്ന് കേട്ടപ്പോൾ തന്നെ അവൾ പേടിച്ചു പോയി. വൈറ്റ് ബെയറുകളെയൊക്കെ അവൾ കഥകളിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ക്രൂരനായിട്ടുള്ള ഒരു മൃഗം, ഒരു മനുഷ്യനെ, ഒരു ജീവിയെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൊല്ലാനായിട്ട് ആ വൈറ്റ് ബെയറിന് സാധിക്കുന്നതാണ്. 4 പേരും അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു തുറസായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ അകലെ നിൽക്കുന്ന ബെയറിനെ പോലും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഞങ്ങൾ 4 പേരുടെയും കയ്യിൽ റൈഫിളുണ്ട്. അകലെ ബെയറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് വെടിവെച്ച് വീഴ്ത്താം.
ബെയർ ശരിക്കും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. ബെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് ഒരാഴ്ചക്കാലം നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇറച്ചി നീ പാകം ചെയ്ത് തരിക മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ ഒരു മാസ കാലഘട്ടം അത് അഡാ ബ്ലാക്ക് ജാക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. എല്ലാ പ്രദേശത്തും വെള്ള നിറം മാത്രം, മഞ്ഞ് മാത്രം. ശക്തമായിട്ടുള്ള തണുപ്പ് തന്നെയാണ്, പക്ഷേ അത് ഇവൾക്കൊരു വലിയ വിഷയമല്ല. കാരണം അലാസ്കയിൽ കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് അത്ര വലിയ ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഒറ്റപ്പെടൽ, അവൾക്ക് ആകെ അവിടെ കാണാൻ സാധിക്കുന്നത് ആ 4 സംഘത്തെ മാത്രമാണ്. അല്ലാതെ ഓരോ വ്യക്തിയെയും കാണാൻ സാധിക്കുന്നില്ല. തൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു വ്യാകുലതയുണ്ട്. തൻ്റെ മകൻ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുമോ, അവൻ്റെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ്, അവന് എന്നെ കാണാതെ അവിടെ കഴിഞ്ഞു പോകാൻ സാധ്യമാകുമോ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കൂടി ആയപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ ഡിപ്രഷന് വിധേയമാവുകയായിരുന്നു. പിന്നീട് അവൾ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യുന്നില്ല. കൂടാതെ ക്രോഫോർഡിനോട് ഒരു ചെറിയ ഇഷ്ടം അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും തോന്നാൻ പാടില്ല എന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുമായിരുന്നു. കാരണം താനൊരു പ്രൊഫഷണൽ ജോലിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ചില ഇഷ്ടങ്ങളൊക്കെ തോന്നുന്നതാണ്. അത് അവൾക്ക് തന്നെ അറിയാം, അവൾക്ക് തന്നെ അതിൽ ബോധ്യമുണ്ടായിരുന്നു. അധികം വൈകാതെ ഈ ഇഷ്ടം മാഞ്ഞു പോകുന്നതാണ്. പക്ഷേ കഴിവതും ക്രോഫോർഡിനെ കാണാതിരിക്കാനായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു പോവുകയാണ്. ആ 4 ചെറുപ്പക്കാർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് ഉള്ളത്. കാരണം അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്ത്രീയാണ്. അവരൊന്നും തന്നെ ചെയ്യുന്നില്ല, വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. കൂടാതെ നല്ല തണുപ്പുണ്ട്, തണുപ്പ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുകാലമാണ് അടുത്ത് വരുന്നത്. ആ മഞ്ഞുകാലത്ത് കൂടുതലായിട്ട് കുപ്പായങ്ങൾ അവർക്ക് ധരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കുപ്പായങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ധരിച്ചാൽ മാത്രമേ അതിനെ അവർക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള കുപ്പായങ്ങളൊന്നും അവർ തയ്ച്ച് തരുന്നില്ല. വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പിരിഞ്ഞു വന്നതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥത കാരണമായിരിക്കാം അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവർ സ്വയം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ തുടക്കഘട്ടത്തിൽ അവളെ കാര്യമായിട്ട് ബോധർ ചെയ്യിക്കുന്നില്ല ഈ 4 സംഘം. അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേട്ടയാടലിൽ തന്നെയാണ്. വേട്ടയാടാനായിട്ട് അവർ ആദ്യം ഒരു ക്യാമ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ട അവശ്യ വസ്തുക്കൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ടെൻറ്റ് കെട്ടി, നല്ല ഉറപ്പുള്ള ഒരു ടെൻറ്റ് തന്നെയാണ്. ടെൻറ്റ് കെട്ടി അവരവിടെ താമസം ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആ ടെൻറ്റിനോട് ചേർന്നുള്ള വേട്ടയാടലുകളാണ് അവർ നടപ്പിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചുകൂടെ തുറസായ സ്ഥലത്തേക്ക് പോകണം. ഇവർ 4 പേരുണ്ട്. 4 പേരും അകലെയുള്ള 4 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ വേട്ട മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്, അവരെ വേട്ടയാടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് നിന്നും അല്പം മാറി 4 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനിൽ 4 ചെറിയ ടെൻറ്റുകൾ കൂടി സ്ഥാപിക്കുകയാണ്. ആ 4 പേരിൽ ഓരോരുത്തർക്കും ഓരോ ബൗണ്ടറി ഉണ്ട് ആ ടെൻറ്റിനോട് ചേർന്ന് തന്നെ. ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കുന്ന ജീവജാലങ്ങളെ വേട്ടയാടി കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1-2 ദിവസമൊക്കെ ഇങ്ങനെ അവർ ടെൻറ്റിൽ കഴിയും. ആ 2 ദിവസം കൊണ്ട് അവർ സമ്പാദിച്ച ഈ വേട്ട മൃഗങ്ങളുമായിട്ട് മടങ്ങി അവരുടെ മെയിൻ ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ മെയിൻ ക്യാമ്പിലാണ് നായികയായ അഡാ ബ്ലാക്ക് ജാക്ക് ഉള്ളത്. അവൾക്ക് ഈ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കും, അവളെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവൾ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർ തന്നെ പാചകം ചെയ്ത് അവൾക്ക് കൂടി ഭക്ഷണം കൊടുക്കുകയാണ് പതിവ്. അഡാ ബ്ലാക്ക് ജാക്ക് അങ്ങനെ മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ആ ഒരു ക്യാമ്പിൽ ഉണ്ടായിരിക്കുക. കാരണം 4 പേരും 4 ടെൻറ്റുകളിലാണ്. പക്ഷേ ക്രോഫോർഡിനോട് അവൾക്ക് അതിയായ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നുണ്ട്. ക്രോഫോർഡിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കാണണമെന്ന് തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ക്രോഫോർഡിൻ്റെ ടെൻറ്റിലേക്ക് അവൾ എത്തിച്ചേരാറുണ്ട്. ക്രോഫോർഡിൻ്റെ ടെൻറ്റ് ഇവൾ നിൽക്കുന്ന ടെൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 25 കിലോമീറ്റർ ആ തണുപ്പത്ത് നടന്നിട്ടാണ് ഇവൾ ക്രോഫോർഡിനെ കാണാൻ അവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ ക്രോഫോർഡ് അവളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവൾ അവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ അവളെ പറഞ്ഞു വിടുകയാണ്. എന്തിനാണ് ഇവിടെ വന്നത്, ക്യാമ്പിലേക്ക് മടങ്ങിപ്പോവുക, ഇവിടെ അപകടം നിറഞ്ഞ സ്ഥലമാണ്, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മഞ്ഞുകാലത്തിൻ്റെ തുടക്കമായി. ധാരാളമായിട്ട് ജീവജാലങ്ങളെ അവർക്ക് അതിന് മുൻപ് വരെ കിട്ടുമായിരുന്നു. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പുണ്ട്, പക്ഷേ അത്ര അപകടകരമായിട്ടുള്ള ഒരു തണുപ്പായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മഞ്ഞുകാലത്തിൻ്റെ തുടക്കമായപ്പോൾ ജീവിതം കുറേ കൂടി ദുസ്സഹമായിട്ട് മാറുകയാണ്. അങ്ങനെ 4 ടെൻറ്റുകൾ കഴിഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അവർ 4 പേരും മടങ്ങി അവരുടെ മെയിൻ ക്യാമ്പിലേക്ക്, മെയിൻ ടെൻറ്റിലേക്ക് എത്തിച്ചേരുകയാണ്.
അവിടെ ഇനിയും വല്ലപ്പോഴുമൊക്കെ ലഭ്യമാകുന്ന മൃഗങ്ങളെ വേട്ടയാടി അവർക്ക് അഷ്ടിച്ച് കഴിഞ്ഞു പോകാമെന്ന ഒരവസ്ഥയാണ്. പക്ഷേ അവർ ശക്തമായിട്ടുള്ള ഒരു താക്കീത് ഈ ഒരു സന്ദർഭത്തിൽ അഡാ ബ്ലാക്ക് ജാക്കിന് കൊടുക്കുന്നുണ്ട്. ഇനി നീ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ രാത്രിയിൽ നീ കിടന്നുറങ്ങുക വെളിയിലായിരിക്കും, വെളിയിൽ മഞ്ഞത്തായിരിക്കും. കാരണം നിൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ ഭക്ഷണം പാകം ചെയ്യണം, അതുപോലെ ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കി തരണം. അതൊന്നും നീ ചെയ്യുന്നില്ല. ഇനി മുതൽ നീ അത് ആവർത്തിക്കുകയാണെങ്കിൽ നിൻ്റെ സ്ഥാനം ഈ ഒരു ടെൻറ്റിൻ്റെ വെളിയിലായിരിക്കും. അവൾക്ക് വലിയ ഭയമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ അവൾ അടുത്ത ദിവസം മുതൽ ശക്തമായിട്ട് തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ അവൾ ജോലികൾ ചെയ്യുകയാണ്. ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നുണ്ട്, അതുപോലെ കുപ്പായങ്ങൾ തുന്നി കൊടുക്കുന്നുമുണ്ട്. പക്ഷേ കാര്യമായിട്ട് വേട്ട മൃഗങ്ങളെയൊന്നും അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. വല്ലപ്പോഴുമൊക്കെ അവർക്ക് വെള്ളക്കുറുക്കനെ ലഭ്യമാകുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. 1923 ജനുവരി മാസമായി. ആ മാസത്തിൽ അല്പം പ്രായമുണ്ടായിരുന്ന നൈറ്റിന് രോഗബാധിത ഉണ്ടാവുകയാണ്. സ്കർവി എന്ന രോഗമാണ് അയാൾക്കുണ്ടാകുന്നത്. വൈറ്റമിൻ സിയുടെ അഭാവം കാരണമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭ്യമാകുന്നില്ല. അവർ കുറച്ച് നാളുകളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാംസം മാത്രമാണ്. കാരണം പഴങ്ങളൊന്നും അവിടെ ലഭ്യമായിരുന്നില്ലല്ലോ. അതിനെ തുടർന്നാണ് അയാൾക്ക് അത്തരത്തിലുള്ളൊരു രോഗം പിടിപെടുന്നത്. രോഗശയ്യയിൽ തന്നെയായി നൈറ്റ്. പക്ഷേ നൈറ്റിനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ. ഒപ്പമുണ്ടായിരുന്ന ആ 3 ചെറുപ്പക്കാർ തോക്കുമെടുത്ത് വെളിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു. എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭ്യമാകാതിരിക്കുകയില്ല. ആ പഴച്ചാറ് ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കൂടാതെ അവരെ മടക്കി കൊണ്ടുപോകേണ്ട കപ്പൽ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കപ്പൽ മടങ്ങി എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു വ്യാകുലത അവരിലുണ്ട്. അതിനെയൊക്കെ തുടർന്നാണ് അവർ 3 പേരും വെളിയിലേക്ക് തോക്കുമെടുത്ത് യാത്ര തിരിക്കുന്നത്. അതിനുശേഷം അവർ പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടേയില്ല. അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് ഒരു ധാരണയുമില്ല. ഒരുപക്ഷെ മരണമടഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ തണുത്തുറഞ്ഞ് ഐസ് കട്ടയായി മാറിയ ചുക്ചി സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവർ മറ്റെവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ആ ദ്വീപിൽ അവശേഷിക്കുന്നത് 2 പേർ മാത്രമാണ്, അഡാ ബ്ലാക്ക് ജാക്കും നൈറ്റും. നൈറ്റ് രോഗശയ്യയിൽ തന്നെയാണ്. അയാൾക്ക് ശരിക്കും ഒന്ന് അനങ്ങാൻ പോലും സാധ്യമാകുന്നില്ല. വേട്ടയാടാൻ അവിടെ ആരും തന്നെയില്ല. അവിടെ റൈഫിൾ ഇരിപ്പുണ്ട്, നൈറ്റിൻ്റെ റൈഫിള്. ആ റൈഫിളും എടുത്തിട്ട് അഡാ ബ്ലാക്ക് ജാക്ക് തന്നെ വേട്ടയാടാൻ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ പട്ടിണി കിടന്ന് അവർ മരിച്ചു പോകുന്നതാണ്. ഇതേ സമയം സ്റ്റെഫൻസൺ ഏർപ്പാടാക്കിയ ഒരു കപ്പൽ ഫ്രാങ്കിൾ ദ്വീപിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ പുറപ്പെട്ടതാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. കാരണം സമുദ്രത്തിലെ ജലം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഐസ് പാളികളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വലിയ പ്രദേശം ഇത്തരത്തിൽ ഐസ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ പ്രദേശം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫ്രാങ്കിൾ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നാൾ ആ ഐസ് ഉരുകാനായിട്ട് അവരവിടെ കാത്തിരുന്നെങ്കിലും ഐസ് ഉരുകുന്ന ഒരു ലക്ഷണവും അവർക്ക് കാണാൻ സാധിച്ചില്ല. തുടർന്ന് ആ കപ്പൽ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. മുമ്പ് ഒരിക്കൽ പോലും ഒരു തോക്കും ഉപയോഗിച്ചിട്ടില്ലാത്ത അഡാ ബ്ലാക്ക് ജാക്ക് ആദ്യമായിട്ട് റൈഫിൾ ഉപയോഗിക്കുകയാണ്. റൈഫിൾ ഉപയോഗിച്ച് അവൾ ആദ്യമായിട്ട് വേട്ടയാടുന്നത് വെള്ളക്കുറുക്കന്മാരെയാണ്. വെള്ളക്കുറുക്കന്മാരെ വേട്ടയാടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അവൾക്ക് ഭയമുള്ളത് ബേറിനെയാണ്. കുറുക്കനെ അത്ര ഭയമില്ല. അതുകൊണ്ട് ബേറിനെ അധികം വേട്ടയാടാതെ ഇത്തരത്തിലുള്ള വെള്ളക്കുറുക്കന്മാരെ വേട്ടയാടുകയാണ് അവൾ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ട്രാപ്പുകൾ ഉണ്ടാക്കി ഈ കുറുക്കന്മാരെ കുടുക്കുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ആ മാംസം പാചകം ചെയ്ത് അവൾ ഭക്ഷിക്കും. ഒപ്പം തന്നെ നൈറ്റിനും കൊടുക്കുന്നുണ്ട്. പക്ഷേ നൈറ്റിന് അവളോട് ഒട്ടും തന്നെ താല്പര്യമില്ല. നൈറ്റ് പറയുന്നത്, നീ കൃത്യമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ള 3 പേരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്നെ നോക്കുമായിരുന്നു. നിനക്ക് വേട്ടയാടാൻ അറിയുകയില്ല. നിനക്ക് വല്ലപ്പോഴും മാത്രമാണ് മാംസാഹാരം ഉണ്ടാക്കാൻ സാധ്യമാകുന്നത്. എന്നെ നീ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊക്കെ കേട്ട് അവൾ പൊട്ടിക്കരയുമായിരുന്നു. കാരണം അവളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികളൊക്കെ അതിജീവിച്ച് അവൾ മിടുക്കിയായി മാറുകയാണ്. അതൊന്നും അനുമോദിക്കാനായിട്ട് നൈറ്റ് കൂട്ടാക്കുന്നില്ല. എല്ലായ്പ്പോഴും അയാൾ ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ രോഗത്തിൻ്റെ മൂർച്ഛിച്ച വേദന കാരണമായിരിക്കാം അയാൾ ഇത്രകാലം അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചീത്തുവിളികളൊക്കെ കേൾക്കേണ്ടി വരികയാണ് അഡാ ബ്ലാക്ക് ജാക്കിന്. പക്ഷേ അതൊക്കെ കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു നേഴ്സിനെ പോലെ തന്നെയാണ് നൈറ്റിനെ അവൾ ശുശ്രൂഷിക്കുന്നത്.
കൂടാതെ ഭക്ഷണം വേട്ടയാടി കണ്ടെത്തി നൈറ്റിന് കൊടുക്കുന്നുമുണ്ട്. എല്ലാ ദിവസവും അവൾ ഡയറി എഴുതുമായിരുന്നു. അത് അവളുടെ ഒരു ഹോബി തന്നെയായിരുന്നു. ആ ഡയറിയിൽ എല്ലായ്പ്പോഴും അവൾ രേഖപ്പെടുത്തുന്നത് അവളുടെ മകനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അധികം വൈകാതെ തന്നെ ഇവിടെ ഒരു കപ്പൽ എത്തിച്ചേരുമെന്നും തിരികെ തൻ്റെ മകൻ്റെ അരികിലേക്ക് പോകാമെന്നും അവനെ ശുശ്രൂഷിക്കാമെന്നും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവൻ്റെ രോഗം മാറ്റാമെന്നും ഒക്കെ അവൾ എഴുതി വയ്ക്കുമായിരുന്നു. അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവളെ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പ്രാപ്തയാക്കിയത് അവളുടെ മകനെക്കുറിച്ചുള്ള ചിന്തകളാണെന്നാണ്. നൈറ്റിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ചീത്തവിളികളെക്കുറിച്ചൊക്കെ അവൾ വ്യക്തമായിട്ട് ആ ഡയറിയിൽ കുറിച്ച് വെക്കുന്നുമുണ്ട്. അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് പിന്നീട് ലോകം മനസ്സിലാക്കുന്നത് ഈ ഡയറി കുറിപ്പുകളിലൂടെ തന്നെയാണ്. ട്രാപ്പുകൾ ഉണ്ടാക്കി കുറുക്കന്മാരെ കീഴ്പ്പെടുത്തുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. വല്ലപ്പോഴും മാത്രമാണ് ഒരു കുറുക്കനെ അവർക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവർ പട്ടിണി തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ രണ്ടും കൽപ്പിച്ച് പോളാർ ബെയറിനെ തന്നെ വേട്ടയാടാൻ തീരുമാനിച്ചു. പോളാർ ബെയറിനെ നേരിട്ട് വേട്ടയാടുക എന്ന് പറയുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് അവൾ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ ബെയർ അവളെ കണ്ടാലും അവളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അവൾക്ക് ആ സമയം കൊണ്ട് തന്നെ ബെയറിനെ വെടിവെച്ച് വീഴ്ത്താനും സാധിക്കുന്നതാണ്. അങ്ങനെ കുറച്ചുകൂടെ ഭക്ഷണം അവൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും നൈറ്റിൻ്റെ ഭാഗത്തു നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അതിനും ഒരു അന്ത്യമുണ്ടായി. നൈറ്റിന് അധികകാലം അങ്ങനെ തുടരാൻ സാധ്യമായില്ല. 2023 ജൂൺ മാസത്തിൽ നൈറ്റ് മരണമടയുകയാണ്. അവളുടെ ഡയറിയിൽ ആ ഡേറ്റ് ജൂൺ 23 എന്നാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവൾ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ജൂൺ 23 ആണെന്ന് എനിക്ക് വ്യക്തതയൊന്നുമില്ല, എന്നാലും ഏതാണ്ട് ജൂൺ 23 ആയിരിക്കും. ആ ദിവസമാണ് അവൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത്. ആദ്യം അവൾ നൈറ്റിനെ അടക്കം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അവിടെ വലിയൊരു കുഴി കുത്തി അയാളുടെ ഡെഡ് ബോഡി അതിനുള്ളിലാക്കി ആ കുഴി മൂടുക. പക്ഷേ അത് അവളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. നൈറ്റിനെ ഒറ്റയ്ക്ക് എടുക്കാൻ പോലും അവൾക്ക് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റിൻ്റെ ശരീരം അതേപടി അവിടെ തുടരാൻ അനുവദിക്കുകയാണ് അവൾ ചെയ്തത്. ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാണ് നൈറ്റ് കിടക്കുന്നത്. അത് പൂർണ്ണമായിട്ടും സിബ് ചെയ്ത് അടക്കുകയാണ് ആദ്യം അവൾ ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ചുറ്റിനുമായിട്ട് വലിയ പെട്ടികൾ അവൾ അടുക്കി വയ്ക്കുന്നുണ്ട്. അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പെട്ടികളായിരുന്നു. അങ്ങനെ പെട്ടികൾ അടുക്കി വയ്ക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. വന്യമൃഗങ്ങൾ നൈറ്റിൻ്റെ ബോഡിയെ അധിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കാർന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു ശവശരീരത്തോട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മര്യാദ കൂടിയായിട്ടാണ് അവൾ അതിനെ കരുതി പോരുന്നത്. പക്ഷേ ശവം നശിക്കാൻ തുടങ്ങിയാണ്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ നശീകരണം കുറച്ച് വൈകിയാണ് സംഭവിക്കുന്നത്. കാരണം തണുപ്പേറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. എങ്കിൽ പോലും ക്രമേണ അത് ചീഞ്ഞ് അളിയാൻ തുടങ്ങി. അതിൻ്റെ നാറ്റം അവിടെയൊക്കെ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ആ ടെൻറ്റിൽ നിന്നും അവളുടെ താമസം മറ്റൊരു ടെൻറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ടെൻറ്റിനോട് അധികം ചേർന്ന് തന്നെ മറ്റൊരു സ്റ്റോറേജ് ടെൻറ്റ് അവർ പണിതിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വലിയ ഉറപ്പൊന്നുമുള്ള ഒരു ടെൻറ്റ് ആയിരുന്നില്ല. ശക്തമായിട്ടുള്ള തണുപ്പ് അതിൻ്റെ ഉള്ളിലും പ്രവേശിക്കുന്നതാണ്. പക്ഷേ അതിനവൾ ബലം കൊടുക്കുന്നുണ്ട്. തണുപ്പ് പ്രവേശിക്കാതിരിക്കാനായിട്ട് തടികൊണ്ട് ഒരുപാട് മറകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വിടവുകളൊക്കെ പരമാവധി അടയ്ക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ അവളുടെ ജീവിതം ആ ഒരു ടെൻറ്റിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. പിന്നീട് അവൾ അവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. എല്ലായ്പ്പോഴും വേട്ടയാടലും ഭക്ഷണം ഉണ്ടാക്കലും മാത്രമല്ല, അവളുടെ ആ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ കുറച്ച് രസം പകരാനായിട്ട് ഫോട്ടോഗ്രാഫി ഒരു ഹോബിയാക്കി മാറ്റുന്നുണ്ട്. അവിടെ എക്സ്പ്ലോറേഷന് വന്നപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന ഒരു ക്യാമറയാണ്. ആ ക്യാമറ അവരവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ചിത്രീകരണത്തിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്. അവൾ ധാരാളമായിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ചില സമയങ്ങളിലൊക്കെ അവളുടെ തന്നെ ഫോട്ടോകൾ എടുക്കാനായിട്ട്, അതായത് അവളുടെ സെൽഫി എടുക്കാൻ പോലും ശ്രമിക്കുകയുണ്ടായി. ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള സെൽഫികളിലൊന്ന് ഇവളുടെ സെൽഫി തന്നെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് 1923 ഓഗസ്റ്റ് മാസം 10-ാം തീയതി, അതായത് നൈറ്റ് മരിച്ച് ഒരു 1.5 മാസം മാത്രം പിന്നിട്ട് കഴിഞ്ഞ ആ സാഹചര്യത്തിൽ ഒരു കപ്പൽ അവിടേക്ക് അടുക്കുകയാണ്. സ്റ്റീഫൻസൺ അയച്ച ഒരു കപ്പൽ തന്നെയാണ്. ഇപ്പോൾ സമുദ്രത്തിലുണ്ടായിരുന്ന മഞ്ഞൊക്കെ അത്യാവശ്യം ഉരുകിപ്പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അവിടെ കപ്പലിന് എത്തിച്ചേരാൻ സാധ്യമാകുന്നത്. അങ്ങനെ അവൾ തിരികെ അവളുടെ നോം പട്ടണത്തിലേക്ക് മടങ്ങി വരികയാണ്. അവളുടെ മകൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണ്. ഈ വാർത്ത വലിയ രീതിയിലുള്ള ഒരു പ്രചാരം തന്നെയാണ്
കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ആയിട്ട് ലഭ്യമായത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവളൊരു സൂപ്പർ വുമണായിട്ട് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 2 വർഷത്തോളം അവൾക്ക് ആർക്ടിക് സർക്കിളിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാനായിട്ട് സാധ്യമായി. അവൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധ്യമായി, അതും 4 പുരുഷന്മാരോടൊപ്പം. ആ 4 പുരുഷന്മാർക്കും അവിടെ നിലനിൽക്കാൻ സാധ്യമായില്ല. നിലനിന്നത് അവൾ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തത് സ്വന്തം മകന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വലിയൊരു താരപരിവേഷം തന്നെ അവൾക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൾ ശരിക്കും ആസ്വദിക്കുന്നില്ല. അവളൊരു ഇൻട്രോവേർട്ടായിരുന്നു. ആളുകളോട് അധികം സംസാരിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട് കഴിയാനാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ആ ഫ്രാങ്കിൾ ദ്വീപിലെ ജീവിതം അവൾ കുറേയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മടങ്ങിയെത്തി തൻ്റെ മകനെ കാണാൻ സാധിച്ചു. മകനെ ഓർഫനേജിൽ നിന്നും കൂട്ടിക്കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. അവൾക്ക് പണം ലഭ്യമായി. ആദ്യം പറഞ്ഞ ആ $50 ലഭ്യമായില്ല. 2 വർഷത്തേക്കുള്ള വേതനം ലഭ്യമായി. പക്ഷേ $50 നിന്നും അല്പം കുറവായിരുന്നു. എന്നാലും വലിയൊരു സംഖ്യ തന്നെയാണ് അവൾക്ക് ലഭ്യമായത്. ഒരുപാട് മാധ്യമപ്രവർത്തകർ അവളെ അന്വേഷിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുകയുണ്ടായി. പത്രമാധ്യമങ്ങളിലൊക്കെ അവളുടെ ചിത്രങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റിയാണ് അവൾക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അത്യാവശ്യത്തിനുള്ള പണം ലഭ്യമായപ്പോൾ മകനെയും കൂട്ടി അവൾ സിയാറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ആശുപത്രിയിലാണ് അവൻ്റെ ചികിത്സകളൊക്കെ നടപ്പിലാക്കുന്നത്. അവിടെ അങ്ങനെ കുറേയധികം നാൾ ഉണ്ടായിരുന്നു. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ അവിടെ വെച്ച് ഒരു പുരുഷനെ കണ്ടുമുട്ടി ഇഷ്ടത്തിലായി അയാളെ വിവാഹം ചെയ്യുന്നുണ്ട്. ആ വിവാഹ ബന്ധത്തിൽ മറ്റൊരു ആൺകുട്ടിയും അവൾക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അധിക നാളൊന്നും അവൾ ആ സിയാറ്റിൽ കഴിച്ചു കൂട്ടുന്നില്ല. ഒടുവിൽ സ്വന്തം സ്റ്റേറ്റ് ആയിട്ടുള്ള അലാസ്കയിലേക്ക് മടങ്ങി വരികയാണ്. നോം പട്ടണത്തിലേക്ക് മടങ്ങി വരികയാണ്. പക്ഷേ നോമിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള അവരുടെ ജീവിതം അത്ര സുഖകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നില്ല. ദാരിദ്ര്യം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വില്ലൻ. അവർക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ലഭ്യമായിരുന്നില്ല. കൂടാതെ ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇവൾ നൈറ്റിനെ കാര്യമായിട്ടൊന്നും പരിചരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നൈറ്റിന് മരണമടയേണ്ടി വരുന്നതെന്നുള്ള രീതിയിൽ പലരും പറഞ്ഞുണ്ടാക്കുകയുണ്ടായി. എന്തായാലും അവൾ കുറേയധികം നാൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. അവളുടെ മകനും കുറേയധികം നാൾ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50 വയസ്സിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ രോഗബാധിതനായിട്ടുള്ള ആ കുട്ടി മരണമടയുന്നത്. പിന്നെയും കുറേയധികം നാൾ അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. 1983 മാത്രമാണ് അവർ മരണമടയുന്നത്. മരണമടയുമ്പോൾ അവർക്ക് 85 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് അഡാ ബ്ലാക്ക് ജാക്കിൻ്റെ ജീവിതം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പേര് കൂടിയാണ് അഡാ ബ്ലാക്ക് ജാക്ക്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾക്ക് ഒരുപാട് സ്കില്ലുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല, അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധ്യമായെന്ന് വരികയില്ല. അപ്പോഴൊക്കെ ഈ പേരൊന്ന് ചിന്തിച്ച് നോക്കുക. സ്കില്ലുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് മാത്രമാണ്. നമുക്കെന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ആ ഭയവും മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഒരു പ്രതിസന്ധി ഘട്ടം. ആ പ്രതിസന്ധി ഘട്ടം എല്ലാവർക്കും ഉണ്ടാകും. അവിടെ മരണമല്ല നമ്മുടെ രക്ഷയ്ക്കെത്തുക നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്ന നമ്മുടെ സ്കില്ലുകളും ധൈര്യവും തന്നെയാണ്. അഡാ ബ്ലാക്ക് ജാക്കിന് നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. അഡാ ബ്ലാക്ക് ജാക്കിന് ഉണ്ടായതുപോലുള്ള ഒരു പ്രശ്നവും നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.